ശബരിമല തീർത്ഥാടനത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും അതുപോലെ അവിടെ ക്രമീകരണ ചുമതലയുള്ളവരും അനാവശ്യമായി നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് വരുന്ന തീർത്ഥാടകരെ പോലും നിലയ്ക്കലും പമ്പയിലും എല്ലാം തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇത് തീർത്ഥാടനത്തെ അട്ടിമറിക്കലാണ്. തീർത്ഥാടകരുടെ എണ്ണം കുറച്ചുകൊണ്ട് തീർത്ഥാടന ക്രമീകരണം സുഗമമാക്കി എന്ന് അവകാശപ്പെടുവാനുള്ള ഗൂഢമായ ഒരു ഗിമ്മിക്കാണ് ഇവിടെ നടക്കുന്നത്. നിലയ്ക്കലും പമ്പയിലുമൊക്കെ തടഞ്ഞിടപ്പെട്ട അയ്യപ്പന്മാർ വ്രതം പോലും നോക്കാതെ കടുത്ത ഭാഷയിൽ വിമർശിക്കേണ്ടി വരികയാണ്. നമസ്കാരം. ശബരിമലയിൽ 27-ന് നടക്കുന്ന മണ്ഡലമാസ പൂജയോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിക്കുകയാണ്. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ പരാതികൾ ഉണ്ടായിരുന്നു. നിരവധി തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ പലരും ദർശനം കിട്ടാതെ മടങ്ങിപ്പോയ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ തീർത്ഥാടകരൊക്കെ പന്തളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി മാലയൂരി തീർത്ഥാടനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ വെർച്വൽ ക്യൂ സംവിധാനം അപ്പാടെ പരാജയപ്പെട്ടു എന്ന പരാതിയാണ് ഉയരുന്നത്. ഭക്തജനങ്ങൾക്ക് അടക്കം നിരവധി ആളുകൾക്ക് ശബരിമലയിൽ ദർശനം കിട്ടാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 70,000 തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴിയാണ് ദർശനം അനുവദിച്ചിട്ടുള്ളത്. ഈ വെർച്വൽ ക്യൂ സംവിധാനം ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ്. വരുന്ന ജനുവരി മാസം 10 വരെയാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ബുക്കിംഗ് എന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സ്പോട്ട് ബുക്കിങ്ങിനായി നിരവധി ആളുകളെ അവിടേക്ക് കയറ്റി വിടുന്നുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ സാഹചര്യം മണ്ഡലകാല പൂജ ആയതോടെ ശബരിമലയിൽ ഇപ്പോഴും തിരക്ക് ഗണ്യമായി കുറയുന്ന ഒരു സാഹചര്യമാണ്. ഇത് വെർച്വൽ ക്യൂ സംവിധാനത്തിൻ്റെ പരാജയം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 70,000 പേർ ബുക്ക് ചെയ്യുന്നു. അവരാരും ഇപ്പോൾ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടേക്ക് വരാൻ കഴിയാതെ വരുന്നു. അങ്ങനെ നിരവധി തീർത്ഥാടകർ ദർശനം കിട്ടാതെ നിൽക്കുന്നു. മറ്റുള്ളവർ ബുക്ക് ചെയ്ത ആളുകൾ വരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിന് അപ്പാടെ ഒരു പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, തങ്കയങ്കി ഘോഷയാത്ര വരുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലയ്ക്കൽ ഉൾപ്പെടെ രാവിലെ മുതൽ ഭക്തജനങ്ങളെ തടഞ്ഞിടുന്നു. അവർ പോലീസുമായി പ്രതിഷേധത്തിലേർപ്പെടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഈ സാഹചര്യത്തിൽ അയ്യപ്പ ഭക്ത സംഘടനകളൊക്കെ വിലയിരുത്തുന്നത് വരുന്ന മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വലിയ തിരക്കുണ്ടാകും. ആ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം പോലീസിനുണ്ടാവില്ല. അത് അപ്പാടെ പരാജയപ്പെടും. അത് മുന്നിൽ കണ്ടുകൊണ്ട് വെർച്വൽ ക്യൂ സംവിധാനം കുറ്റമറ്റതാക്കണമെന്നൊരു ആവശ്യമാണ് അയ്യപ്പ ഭക്ത സംഘടനകളും ഹിന്ദു ഐക്യവേദിയുമൊക്കെ ഉന്നയിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ES ബിജു നമുക്കൊപ്പം ചേരുകയാണ്. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഇന്നും നാളെയുമായി നടക്കുന്ന മണ്ഡലവിളക്ക്. തങ്കയങ്കി ചാർത്തി ഭഗവാനെ ദർശിക്കുവാൻ സഹസ്രകോടി ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്ന ദിനമാണ്. പക്ഷേ ശബരിമല തീർത്ഥാടനത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും അതുപോലെ അവിടെ ക്രമീകരണ ചുമതലയുള്ളവരും അനാവശ്യമായി നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ഇന്നും നാളെയുമായി തീർത്ഥാടകരെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് വരുന്ന തീർത്ഥാടകരെ പോലും നിലയ്ക്കലും പമ്പയിലും എല്ലാം തടഞ്ഞു വച്ചിരിക്കുകയാണ്. തങ്കഅങ്കി ചാർത്തിയതിന് ശേഷം മാത്രമേ അവരെ കയറ്റിവിടൂ എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് തീർത്ഥാടനത്തെ അട്ടിമറിക്കലാണ്. വിശേഷ ദിവസങ്ങളിൽ ഒരു നാൾ പോലും ഭക്തജനങ്ങൾക്ക് ഭഗവാനെ കണ്ട് ദർശിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇതുമൂലം സംജാതമാകുന്നത്. വെർച്വൽ ക്യൂ ബുക്കിംഗ് വന്നതിന് ശേഷം ഭക്തർ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ ശബരിമല ദർശനം സാധ്യമല്ല എന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. അനാവശ്യമായ നിയന്ത്രണം, തീർത്ഥാടകരുടെ എണ്ണം കുറച്ചുകൊണ്ട് തീർത്ഥാടന ക്രമീകരണം സുഗമമാക്കി എന്ന് അവകാശപ്പെടുവാനുള്ള ഗൂഢമായ ഒരു ഗിമ്മിക്കാണ് ഇവിടെ നടക്കുന്നത്. തീർത്ഥാടകർ കൂടുതലായി എത്തുമ്പോൾ അവരെ ആക്രമിക്കുന്ന പ്രവണതകളും നമ്മുടെ സന്നിധാനത്ത് ശബരിമലയിൽ വർദ്ധിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഭക്തിയും വിശ്വാസവുമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുന്നത് മൂലമാണ് ഇത്തരത്തിൽ കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. മുൻ വർഷങ്ങളിൽ വളരെ കൃത്യമായി ഭക്തിയും വിശ്വാസവും സമർപ്പണവുമുള്ള
വ്രതധാരികളായിട്ടുള്ള അയ്യപ്പ ഭക്തരെയാണ് ശബരിമല ക്രമീകരണത്തിന് വേണ്ടി നിയോഗിക്കുന്നതെങ്കിൽ ഈ യാതൊരു മാനദണ്ഡവുമില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത് മൂലം അവിടുത്തെ ക്രമീകരണങ്ങൾ താളം തെറ്റുകയാണ്. ഇത് അവസാനിപ്പിക്കണം. ബന്ധപ്പെട്ട അധികാരികൾ ഇനിയുള്ള ദിവസങ്ങളിൽ മകരവിളക്ക് കാലത്തെങ്കിലും ഭക്തിയും വിശ്വാസവും സമർപ്പണവും പരിശീലനവും സിദ്ധിച്ച ആളുകളെ ശബരിമല ക്രമീകരണത്തിന് വേണ്ടി തീർത്ഥാടന ക്രമീകരണത്തിന് വേണ്ടി ഏർപ്പെടുത്തണമെന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് ആവശ്യപ്പെടാനുള്ളത്. വെർച്വൽ ക്യൂ ഇപ്പോൾ ഓപ്പണിംഗ് അല്ല, അത് ഫുൾ ബുക്കിംഗ് ആണോ? വെർച്വൽ ക്യൂ ബുക്കിംഗ് വളരെ അശാസ്ത്രീയമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ കുറച്ച് ആളുകളെ ബുക്ക് ചെയ്യുകയും അവരിൽ പലരും എത്താതിരിക്കുകയും ചെറിയ തരത്തിൽ സ്പോട്ട് ബുക്കിംഗ് ഏർപ്പെടുത്തുകയും 5000 പേരാക്കി ചുരുക്കുകയും ചെയ്യുന്നതിലൂടെ ഭക്തജനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഏകദേശം 90 ദിവസത്തെ കണക്ക് നോക്കിയാൽ 2 മാസ തീർത്ഥാടന കാലവും അനുബന്ധ ദിവസങ്ങളും നോക്കിയാൽ 90 ലക്ഷത്തിൽ താഴെ മാത്രം അയ്യപ്പ ഭക്തർക്കാണ് ശബരിമലയിൽ ദർശനത്തിന് സൗകര്യം. 1.5 ലക്ഷത്തിലധികം ഭക്തർ എത്തി ദർശനം നടത്തിയ ശബരിമലയിൽ ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങൾ മുൻപുണ്ടായിരുന്നില്ലാത്ത സമയങ്ങളിൽ അവിടെ ക്രമീകരണങ്ങൾ താളം തെറ്റാതെ കൊണ്ടുപോയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഇപ്പോൾ നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കൃത്യമായ ക്രമീകരണം, ശ്രീജിത്ത് സാറിനെ പോലെയുള്ളവരൊക്കെ കൃത്യമായ ക്രമീകരണം മുൻപ് നടത്തിയിട്ടുള്ളവരാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ അനാവശ്യ നിയന്ത്രണങ്ങൾ വരുന്നതിലൂടെ ഈ തീർത്ഥാടന ക്രമീകരണങ്ങളും താളം തെറ്റുകയാണെന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത്. മകരവിളക്ക് കാലഘട്ടത്തിൽ വലിയ തിരക്കുണ്ടാവുമല്ലേ? മകരവിളക്ക് കാലഘട്ടത്തിൽ വളരെ വലിയൊരു തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയങ്ങളിലെല്ലാം വെർച്വൽ ക്യൂവിലൂടെ ബുക്കിംഗ് ലഭിക്കാത്ത ആളുകളെല്ലാം ഭഗവാനെ മകരവിളക്ക് ദർശിക്കാനും അതുപോലെ സന്നിധാനത്തെത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ വലിയൊരു ഭക്തജനസഞ്ചയം തന്നെ അവിടെ എത്താം. അവിടെ ഇതേപോലെയുള്ള ക്രമീകരണങ്ങളിലൂടെ ഭക്തരെ തടയുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ശബരിമല തീർത്ഥാടനത്തെ കുളം തോണ്ടുന്നതിന് തുല്യമാകും, തീർത്ഥാടനത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ദർശനം നടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഭക്തർ ആശങ്ക അറിയിക്കാറുണ്ടോ? ഈ ദർശനത്തിൽ ഭക്തജനങ്ങൾക്ക് ദർശന സൗകര്യം ലഭിക്കാത്തതിൻ്റെ പേരിൽ അവർ എല്ലാവിധത്തിലുള്ള ഭക്തരും ആശങ്കാകുലരാണ്. അവർ പരാതി സമർപ്പിക്കാറുണ്ട്. ഇന്ന് തന്നെ ഈ നിലയ്ക്കലും പമ്പയിലുമൊക്കെ തടഞ്ഞിടപ്പെട്ട അയ്യപ്പന്മാർ ഇവിടെ അവരുടെ വ്രതം പോലും നോക്കാതെ കടുത്ത ഭാഷയിൽ വിമർശിക്കേണ്ടി വരികയാണ്. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന അയ്യപ്പഭക്തർ വ്രതധാരികളായി സ്മിതഭാഷികളായി അവരുടെ ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ടാണ് അവർ വ്രതാനുഷ്ഠാനം നടത്തുന്നത്. പക്ഷെ പൊട്ടിത്തെറിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിക്കുന്നതാരാ? ഇവിടുത്തെ ഭരണാധികാരികളാണ്. ഇത് മാറ്റം ഉണ്ടാവണം. ഭക്തരെ സുഗമമായി തീർത്ഥാടനം നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. അത് ദേവസ്വം ബോർഡിൻ്റെയും ക്രമീകരണ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും ചുമതലയാണ്. ഭക്തരെ നിയന്ത്രിച്ചുകൊണ്ടുള്ള സുഗമമായ തീർത്ഥാടനമല്ല, ഭക്തരെ കൂടുതലായി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള തീർത്ഥാടനം എന്നതാണ് ഭക്തജനങ്ങളും ഭക്തജന സംഘടനകളും ആഗ്രഹിക്കുന്നത്. അതിനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് ആവശ്യപ്പെടാനുള്ളത്.